ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക്. ലോങ് വീഡിയോസൊക്കെ ഇടയിൽ വളരെ കുറവാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ചെറിയ പെരുന്നാൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ഇതിപ്പോൾ വ്യാഴാഴ്ച രാത്രിയാണ്. ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ലല്ലോ വെള്ളിയാഴ്ച പെരുന്നാളാവുന്നത്. ഞങ്ങളും അതെ കേട്ടോ. ഞങ്ങൾ വിചാരിച്ച ശനിയാഴ്ച ആയിരിക്കും പെരുന്നാൾ. അവൻ ഞങ്ങളുടെ ഒരു കസിനാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തത് അഫാനു. ഇതിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ വീട്ടിൽ ഉമ്മ ഉണ്ടായി 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാ. പിറ്റേന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഉമ്മക്ക് പോകണം എന്ന് പറഞ്ഞു. ഉമ്മാനെ വീട്ടിലേക്കും ആക്കണം. നേരത്തെ കണ്ട ബ്ലാക്ക് ഷർട്ട് ഇട്ട പയ്യൻ്റെ അനിയനാണ് ഇവൻ. ഞങ്ങളുടെ ഒരു കസിനാണ്. അവൻ്റെ ഉമ്മയുടെ ഷോപ്പിലേക്കും ആക്കി കൊടുക്കണം. എന്താണെന്നറിയില്ല, പെരുന്നാളുടെ തലേന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ നല്ല രസമല്ലേ. എല്ലായിടത്തും നല്ല ക്രൗഡൊക്കെ ഇട്ട് പടക്കക്കടയാണ് കൂടുതൽ. പക്ഷേ അതേ മൂവാറ്റുപുഴ ടൗണിൽ ഒട്ടും തിരക്കില്ല. വീണ്ടും അവിടുന്ന് പോക്കറ്റ് റോഡിലെത്തിയപ്പോൾ വീണ്ടും തിരക്കായി. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ചിക്കൻ വരെ മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. കുഞ്ഞിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. നാളെ പെരുന്നാളല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഉമ്മമാനെ കിട്ടുമായിരുന്നല്ലോ. അതുകൊണ്ട് ഉമ്മമ്മ പോകണ്ട, ഉമ്മമാന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് നശിതാത്താടെ വീട്ടിൽ കൂടുണ്ട്. ഉമ്മായും ഷലുതാത്തായൊക്കെ വരും. അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇതിപ്പോൾ പിറ്റേ ദിവസം കേട്ടോ. മീഷോയിൽ മഹാസെയിൽ നടന്നപ്പോൾ ഞാൻ 2 ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഇത് മിക്കവരുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു ഈ ബെഡ്ഷീറ്റ്. ഞങ്ങൾ 2 കട്ടിൽ ചേർത്താണ് ഇട്ടേക്കുന്നത്. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. സിംഗിൾ ബെഡ്ഷീറ്റും ഇത് കിങ് സൈസിലും ഞാൻ മേടിച്ചിട്ടുണ്ട്. ചെറിയ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഇപ്പുറം വിരിക്കണമെങ്കിൽ അച്ചുടൂനെ എടുത്ത് അപ്പുറത്ത് കിടത്തണം. അമ്പും ഓൾറെഡി ഉമ്മാടെ അടുത്താണ് കിടക്കുന്നത്. ഈ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ കൂടെ ഇതുപോലത്തെ 2 കുഷ്യൻസും വരുന്നുണ്ട്. കുഷ്യൻസിന്റെ കവറും ഉണ്ട്. പില്ലോ കവർ 2 ഉണ്ട്. സിംഗിൾ ബെഡ്ഷീറ്റിന് ഒരു പില്ലോ കവറും. അങ്ങനെ ടോട്ടൽ 3 പില്ലോ കവർ. ബെഡിന്റെ മൂലയ്ക്ക് ഒരു തല മാത്രം കണ്ടില്ലേ. കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കണേ കേട്ടോ. പിന്നെ ഈ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? റൂമൊക്കെ സെറ്റാക്കിയതിന് ശേഷം വാതിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണത്, അതിന്റെ ഭംഗി ആസ്വദിക്കണം. മാഷാ അല്ലാഹ്, ഈ വർഷത്തെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് നാസ്തയ്ക്കായിരുന്നു. ഉമ്മ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഉമ്മനെ കാണാത്തത്. ഉമ്മ കഴിക്കണ ഗ്യാപ്പിൽ ഞാൻ ഗിലാപ്പികൾക്കും വാരി കൊടുത്തു. അങ്ങനെ അവർ 3 പേരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഗില്ലാപ്പികൾ കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഓട്ടം ഞങ്ങൾക്ക് പതിവായിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ കാക്ക എന്നായാലും ഓർത്തേണ്ടി വരും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഗില്ലാപ്പികൾക്കും കുഞ്ഞിക്കൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇപ്പം തന്നെ ഫോട്ടോസൊക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞിക്ക് ഒരുക്കുന്ന നേരം കൊണ്ട് കാക്ക ഗിലാപ്പീസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക. ഗിലാപ്പീസിനാകുമ്പോൾ ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഇതുപോലത്തെ ഒരുങ്ങൽ പരിപാടിയൊന്നും. ഈ പ്രാവശ്യമാണെങ്കിൽ ഗിലാപ്പീസിന് ബോയ്സ് ഔട്ട്ഫിറ്റാണ് എടുത്തേക്കുന്നത്. അവർ ഒരുക്കി വന്നപ്പോഴേക്കും എന്തേ നാത്തൂനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഇത് കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അവരധികം നേരമൊന്നും നിന്നില്ല. കുഴിപ്പള്ളി ബീച്ചിലേക്കൊക്കെയാണ് അവർ പോണത്. അപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങണമല്ലോ. പിന്നെ അതാ പെരുന്നാപ്പൊടി കൊടുക്കണോ പിള്ളേർക്കൊക്കെ. ഇതെല്ലാ നാട്ടിലൊന്നും ഇല്ല. മലപ്പുറം സൈഡിലേക്കൊന്നും ഇല്ല കേട്ടോ ഈ പെരുന്നാപ്പൊടി എന്ന് പറയുന്നത്. 27-ാം രാവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കാറുണ്ട്. പക്ഷേ പെരുന്നാക്കൊക്കെ പിള്ളേർക്ക് കൊടുക്കണതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. അങ്ങനെ അവരെല്ലാം ടാറ്റ പറഞ്ഞ് ഇറങ്ങി. ഞാൻ ഗില്ലാപ്പീസിനെ കുഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ അവരുടെ ഫ്രഷ്നെസ് ഒക്കെ പോകും. പിള്ളേരല്ലേ ഓടിക്കളിച്ചൊക്കെ. ഇന്നലെ ഉമ്മാനെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ഗില്ലാപ്പീസിനൊക്കെ ഫുഡ് കൊടുത്ത് അവരെ ഉറക്കി. ഞങ്ങളും ഭക്ഷണം കഴിച്ച് കുഞ്ഞിക്കും മൈലാഞ്ചിട്ട് കൊടുത്ത് ഞാനും മൈലാഞ്ചിട്ടപ്പോഴേക്കും 1 മണിയായിരുന്നു കേട്ടോ. ചുമക്കൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയാൽ ഇതാ പാട്. 2 പേരെ ഉള്ളെങ്കിലും 4 സൈഡിലേക്കാണ് ഓടുന്നത്. കുഞ്ഞ് പിന്നെ നോക്കിക്കോളൂ കേട്ടോ. മാഷാ അല്ലാഹ്. 2 ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് കയറിയിട്ടോ. ഭയങ്കര വെയിലായിരുന്നു. നേരത്തെ എണീച്ചാറിന് ഗില്ലാപ്പീസിന് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അവർ ഉറക്കിയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു. സവാളയും വെളുത്തുള്ളിയൊക്കെ ഉമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ചിക്കൻ ബിരിയാണി. ചിക്കനൊക്കെ രാത്രി തന്നെ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഗില്ലാപ്പീസും കുഞ്ഞൊക്കെ ഉറക്കാം കേട്ടോ. കുഞ്ഞ് രാത്രി വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. രാവിലെ എണീക്കുകയും ചെയ്തു. അതാണ് ഭയങ്കര ക്ഷീണം. അവൾ ഉറങ്ങണുണ്ടായില്ല. ഞാൻ പിന്നെ കിടത്തി ഉറക്കിയതാണ്. വൈകുന്നേരം നിഷിതാത്താടെ വീട്ടിലൊക്കെ പോകാനുള്ളത്. ചിക്കൻ ബിരിയാണി പിന്നെ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു ദം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാറ്. സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇതിൽ മൊത്തം ചിക്കനൊന്നും ഞാൻ എടുക്കണില്ല. ഉച്ചക്ക് ഹെവി ആയിട്ട് കഴിക്കണോണ്ട് തന്നെ രാത്രി കാക്കായും ഞാനൊന്നും കഴിക്കുമൊന്നും കൂടി അറിയില്ല. അതുകൊണ്ട് തന്നെ അരിയും കുറച്ചിടണുള്ളൂ. ചോറ് വെറുതെ പിറ്റേ ദിവസത്തേക്ക് വളിച്ച് ചീത്തയാക്കി കളയണ്ടല്ലോ എന്നോർത്തു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ദമ്മിനും വേണ്ടി പൊരിച്ച് കോരി വെച്ചേക്കണ സവാള വറുത്തത് കുറച്ചിടും. മസാലകളായിട്ട് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രം. മുളക് പൊടിയൊക്കെ ചേർക്കണവരാണെങ്കിൽ അത് ഒഴിവാക്കണം കേട്ടോ. കാരണം ബിരിയാണിയുടെ ടേസ്റ്റേ മാറും. ചോറ് ദമ്മി കിടക്കുന്ന സമയം കൊണ്ട് ഞാൻ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ ലെഗ് പീസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി. അതും വറുത്ത് പോരാന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും ലെഗ് പീസിൻ്റെ ആൾക്കാരാട്ടോ. ഗില്ലാപ്പീസും കുഞ്ഞും ഞാനൊക്കെ എല്ലാവരും ലെഗ് പീസിൻ്റെ ആൾക്കാരാണ്. അതിൽ 2 ലെഗ് പീസിൽ മല്ലിയില ഇട്ടേക്കണം ശ്രദ്ധിച്ചു. അത് ഗില്ലാപ്പീസിന് അധികം മസാല ഇടാതെ പൊരിച്ചെടുത്താട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഒരു സൈഡിൽ ബിരിയാണി മയക്കം പാസ്സാക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും നിഷിതാത്ത എത്തിയിട്ടുണ്ട്. നിഷിതാത്താടെ വീട്ടിലേക്ക് പോകാനാട്ടോ. കാക്ക വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ ഗില്ലാപ്പീസിനൊക്കെ 2ാമത് ഡ്രസ്സ് ചെയ്യിപ്പിച്ചതാട്ടോ. ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ വീഡിയോ എടുക്കണ കാരണം എന്നെ വീഡിയോയിൽ കാണാനേ ഇല്ല. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും പാത്തും ഉമ്മമായൊക്കെ ഹാജരായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാത്തൂടെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. 3 പേരുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് പിടിച്ചിരുത്തിയതാണ്. പക്ഷേ സമ്മതിക്കണുണ്ടായില്ല. എന്നാലും 1-2 തരക്കേടില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ കണ്ട 3 എങ്ങോട്ടൊക്കെ ഓടണേന്ന്.
ഉമ്മ ഇവരെ ഇങ്ങനെ ഒരുമിച്ച് എടുക്കുമ്പോൾ എനിക്ക് അപ്പം നശുതാത്താനും ശൽതാത്താനും ഓർമ്മ വരിക. അവരിങ്ങനെ ആയിരിക്കുമല്ലോ എടുത്തത്, അവരും ടിൻസാണല്ലോ. രണ്ടുപേരും ഭയങ്കര വികൃതി കേട്ടോ. അടുത്ത് കണ്ട അപ്പം ഒരാൾക്ക് അങ്ങോട്ട് തല്ലണം, അപ്പോൾ തിരിച്ച് ഇയാൾ ഇങ്ങോട്ട് തല്ലും. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരാളാണ് ഈ ആഴ്ച വികൃതി എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും മറ്റേ ആൾ വികൃതി. അതുകൊണ്ട് ഒരുമിച്ച് മാനേജ് ചെയ്യാനുള്ള അവസ്ഥ വരാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്, പക്ഷേ ഈ വീഡിയോയിൽ ഒരിക്കലും ഇനി എന്നെ കാണില്ല. പിന്നെ അതാ ഞങ്ങളുടെ ആദ്യത്തെ പുത്രൻ. അവനക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ആ നാണൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടപടിയില്ല. അപ്പോൾ ഇതുപോലെ അറിയാത്ത തരത്തിൽ നമ്മൾ വീഡിയോ എടുക്കാം. പിന്നെ അതാ മക്കൾ 6 പേരെയും കൂടി ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ അപ്പേക്കും ജില്ലാപ്പിസിന് പെരുന്നാപ്പൊടി കൊടുത്തിട്ടുണ്ടായി. രണ്ടുപേരുടെയും പെരുന്നാപ്പൊടി ഒരാൾ തന്നെ മേടിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അവളും തട്ടിപ്പറിച്ചെടുത്തു, അവളുടെ ഒരു ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും തന്നു കേട്ടോ, മിഠായി മേടിച്ചാൽ താ പൈസ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേഗം കൈ തന്നു. മറ്റാൾ അതും വെച്ച് ഓടിയിട്ടുണ്ട്. പക്ഷെ വിടുവോ ഞാനത് പുറകെ പോയി മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടായി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി അത് ഓരോ ഗ്ലാസ് ഒക്കെ കുടിച്ച് ഞങ്ങൾ മാങ്ങ പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മാങ്ങ പെറുക്കിടാൻ വേണ്ടിയിട്ട് ഉമ്മ കൊടുത്ത ബക്കറ്റാണ്, പക്ഷെ അച്ചുടും അതും കൊണ്ട് ഓടി. പിന്നെ അവളുടെ പുറകെ പോയി ആ ബക്കറ്റ് മേടിച്ചോടുന്ന മാങ്ങ പെറുക്കിയിട്ടുണ്ട്. മാഷാല്ലാ ഒരുപാട് മാങ്ങ കിട്ടിയിട്ടോ. ഉമ്മ നന്നായിട്ട് അച്ചാറിടും. അപ്പോൾ ഉമ്മനെ കൊണ്ട് കൈയോടെ അച്ചാർ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാങ്ങ മൊത്തം പൊട്ടിക്കുന്നത്. മാങ്ങാന്ന് മാത്രമല്ല, ഉമ്മയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഉമ്മ അച്ചാറിട്ടോളും. ഒരു പ്രാവശ്യം ഞങ്ങൾ പച്ചമുന്തിരി മേടിച്ചിട്ടുണ്ടായി. പുളിയെന്ന് വെച്ചാൽ വായിൽ വെക്കാൻ പറ്റാത്ത പുളിയായിരുന്നു. ഉമ്മ അത് വെച്ച് വലിയ അച്ചാറുണ്ടാക്കി. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് മാത്രം മതിയായിരുന്നു നമുക്ക് ചോറിനെ. ജിലാപ്പീസ് കുറേയൊക്കെ മാങ്ങ പേർക്കിടുന്നുണ്ട് കേട്ടോ ബക്കറ്റിലേക്ക്. ഞങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തപ്പോൾ മാങ്ങ കാണുമ്പോൾ അവൾ പേർക്കിട്ട് കൊടുക്കുന്നുണ്ട്. പേർക്കിട്ടാൽ മാത്രം പോരാ, അപ്പം തന്നെ ബക്കറ്റ് മൂടിയും വെക്കണം. മമ്മൂസിൻ്റെ ആയതും ചെരുപ്പാട്ടോ. ചെരുപ്പ് വെച്ചാണ് അവനും എല്ലാ മാങ്ങയും പൊട്ടിക്കുന്നത്. ഇപ്പം കാണാം നിങ്ങൾക്ക്. ജിലാപ്പീസിനെ പാത്തൂനൊക്കെ നടുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഓരോ കഷ്ണം മാങ്ങ കൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ അടങ്ങിയിരിക്കൂല എന്നും പറഞ്ഞ് ഒരു കയ്യിൽ മാങ്ങയും ഒരു കയ്യിൽ തോട്ടിയായിട്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട്. അമ്പുടൂനെ കണ്ടില്ലേ, 2 കയ്യിലും മാങ്ങ കിട്ടിയതുകൊണ്ട് അവളുടെ കഴിക്കണ മാങ്ങ വായിൽ കടിച്ചു പിടിച്ചിട്ടുണ്ട്. മതിയല്ലേ, ഇതിപ്പോൾ പെരുന്നാൾ വീഡിയോയാണോ മാങ്ങ പറിക്കൽ വീഡിയോയാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. പിന്നെ പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കണപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാനും തോന്നിയില്ല. മാങ്ങ പറിയൊക്കെ കഴിഞ്ഞ് മോനൂസിൻ്റെ മമ്മൂസിൻ്റെ കയ്യിൽ പടക്കം ഉണ്ടായി. അതും പൊട്ടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.